ഗൈസ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഇതിപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെറിയൊരു ഡിസ്കഷൻ ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡിസ്കഷൻ വേറെ ഒന്നിനെ കുറിച്ചല്ല, നമ്മുടെ ട്രിവാൻഡ്രത്തിന് ഇപ്പോൾ ഉള്ള ഒരു പ്രസന്റ് വില അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങുമ്പോൾ മുമ്പ് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ നമ്മൾ തമിഴ്നാട് എന്ന് പറയുകയാണെങ്കിൽ എല്ലാവരും ഫസ്റ്റ് ചെന്നൈയെ കുറിച്ചായിരിക്കും പറയാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കർണാടക എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് എല്ലാവരും ബാംഗ്ലൂരിനെ കുറിച്ചായിരിക്കും പറയാം. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഗോവ എടുക്കുകയാണെങ്കിൽ പനാജിയെ കുറിച്ചായിരിക്കും പറയാം. കൂടുതൽ തിരക്ക് പനാജിയിലായിരിക്കും. അതുപോലെ തന്നെ നമ്മളെല്ലാ സ്റ്റേറ്റ്സിലും കണ്ടുവരുന്നതാണ് കൂടുതൽ തിരക്ക്, അതിൽ കൂടുതൽ സെലിബ്രിറ്റീസിന്റെ വീട്, അതിൽ കൂടുതൽ ബ്രാൻഡ്സ് ഉള്ളത് ക്യാപിറ്റൽ സിറ്റികളിലായിരിക്കും. ഇപ്പോൾ മഹാരാഷ്ട്ര ആയിരിക്കുന്ന മുംബൈ, അങ്ങനെ. അപ്പോൾ നമുക്ക് കേരളത്തിൽ വന്നാൽ പക്ഷേ ട്രിവാൻഡ്രമാണ് ക്യാപിറ്റൽ സിറ്റി. പക്ഷേ കൂടുതലും ഈ ഫീച്ചേഴ്സ് എല്ലാം ഉള്ള കൊച്ചിക്കാണ്. അതിന്റെ കാരണം എന്താണ്? അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിൻ കണ്ടന്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കാര്യം, നമ്മളെ കൊച്ചി ഒരു സ്മാർട്ട് സിറ്റിയാണ്, മെട്രോ ഉണ്ട്, കുറേ ഫെസിലിറ്റീസ് ഉണ്ട്. എന്നാലും നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് വന്നിരിക്കുകയാണ്. വിഴിഞ്ഞം പോർട്ട് വന്നിട്ട് ഏകദേശം 2 വർഷമായി. എന്നിട്ടും ട്രിവാൻഡ്രത്തിന് പ്രതീക്ഷിച്ച ആ ഒരു ഇമ്പോർട്ടൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ സ്മാർട്ട് സിറ്റി മിഷൻ ആയാലും ആ ഒരു നമ്മൾ വിചാരിച്ച രീതിയിൽ അത് പ്രവർത്തിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം, ഞാൻ പറയുന്നതിന്റെ എല്ലാ അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യുക. ഓക്കെ. പിന്നെ ഞാനിത് ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്, പക്ഷേ കണ്ടന്റ് കൂട്ടി ഞാൻ വേറൊരു വലിയ വീഡിയോ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ കമന്റ്സ് ഒക്കെ നോക്കിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ട്രിവാൻഡ്രത്തിന് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻസ് കൂടാത്തത്? ഇല്ലെങ്കിൽ കേരള എന്ന് പറയുമ്പോൾ എല്ലാവരും എന്താ ട്രിവാൻഡ്രത്തിനെ കുറിച്ച് പറയാത്തത് എന്താ? ഇല്ലെങ്കിൽ ട്രിവാൻഡ്രത്തിന് ഇപ്പോൾ വില ഉള്ളതെന്ന് പറഞ്ഞാൽ ലുലു മാൾ. ട്രിവാൻഡ്രത്ത് ലുലു മാളേ ഉള്ളൂ നല്ലൊരു മാളായിട്ട്. ട്രാവൻകൂർ മാളുണ്ട്, എന്നാലും ലുലു മാളാണ് നല്ലത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രമുണ്ട്. അപ്പോൾ അതും നല്ലൊരു ഫീച്ചറാണ് ട്രിവാൻഡ്രത്തിന്റെ. പിന്നെ കുറേ സ്മാർട്ട് സിറ്റി റോഡുകളൊക്കെ ട്രിവാൻഡ്രത്ത് ആയിട്ടുണ്ട്. എന്നാലും വളരെ മോശമായി കിടക്കുന്ന റോഡുകളുണ്ട് ട്രിവാൻഡ്രത്ത്. സ്മാർട്ട് സിറ്റി മിഷൻ പണി തുടങ്ങി വെച്ച റോഡുകളാണ്, പക്ഷേ ഇതുവരെ പൂർത്തിയാവാത്ത കുറേ റോഡുകളുണ്ട്. വേറെയും പല സ്മാർട്ട് സിറ്റി പദ്ധതികളുണ്ട്. വേറെ സ്മാർട്ട് സിറ്റി പദ്ധതി നമ്മുടെ KSRTC സ്വിഫ്റ്റിൻ്റെതാണ്, ഇലക്ട്രിക്. അപ്പോൾ അത് ഇപ്പോൾ ഏകദേശം 1-2 വർഷമായി. ഓരോ ബസ്സും എന്താ, ഞാൻ കണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ സ്വിഫ്റ്റ് ബസ്സുകളും ഭയങ്കര ഡാമേജ് ആയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒന്നിനും ആ ഒരു നമ്മൾ പ്രതീക്ഷിച്ച ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത ബസ്സുകളാണ്. അപ്പോൾ കുറേ ബസ്സുകളും ഫ്രണ്ട് ബമ്പർ, അതുപോലെ തന്നെ കുറേ പാർട്സൊക്കെ ഇളവിയൊക്കെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഒരാഴ്ച തന്നെ ഞാൻ ഏകദേശം 2 KSRTC സ്വിഫ്റ്റ് ബസ്സുകൾ ഡാമേജായി റോഡിൽ കിടക്കുന്നത് ഞാൻ കണ്ടതാണ്. അപ്പോൾ അതും വലിയ എഫിഷ്യൻ്റായി നടക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വിഴിഞ്ഞം പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വിഴിഞ്ഞം പോർട്ട് ഏകദേശം ഈ ഒരു അവസ്ഥയിലായിട്ട് ഏകദേശം 2 വർഷമായി. ഈ ഫീച്ചേഴ്സൊക്കെ വന്നിട്ട് 2 വർഷമായി. അപ്പോൾ വിഴിഞ്ഞം പോർട്ട് അത്യാവശ്യം നല്ലതായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എന്നാലും നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു ഇമ്പോർട്ടൻസ് ഇതുവരെ ട്രിവാൻഡ്രത്തിന് കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് വെറും ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളിത് വലിയൊരു വീഡിയോ ആക്കി ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക, ഉറപ്പായി ഷെയർ ചെയ്യുക. അപ്പോൾ ഷെയർ ചെയ്ത് നിങ്ങൾ കുറേ കമന്റ്സ് എന്തായാലും കമന്റ് ചെയ്യുക. നിങ്ങൾ കാണുന്നവരെങ്കിലും കമന്റ് ചെയ്യുക. അപ്പോൾ കമന്റ് ചെയ്ത് അതിൽ നിങ്ങൾ എന്തൊക്കെ പറയുന്നു അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ എല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്കും കൂടി ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. അപ്പോൾ മറക്കാതെ എല്ലാവരും കമന്റ് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഉണ്ടാവുന്നത്.